ഇപ്പോൾ നമുക്ക് മക്കളില്ല. നമ്മുടെ യൂത്തിന്, പ്രത്യേകിച്ച് സിറോ മലബാർ യൂത്ത് ഒക്കെ മക്കൾ ഉണ്ടാകുക എന്ന് പറയുന്നത് അവർക്ക് ഭാരമായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. മക്കൾ കൊടുക്കുന്നില്ല. അപ്പോൾ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ കുടുംബജീവിതത്തിന് നൽകുന്ന ആ ഒരു അപ്പനും അമ്മയ്ക്കും നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് മക്കളാണ്. അവരെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വൈദികനൊക്കെ ആകാനുള്ള ആരെങ്കിലുമൊക്കെ അതിൽ കണ്ടേക്കാം. അപ്പോൾ മക്കളില്ലാത്തത് വലിയൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് സഭ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് സഭയിൽ ജനങ്ങളില്ല എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ദൈവവിളി തിരിച്ചറിയാനായിട്ട് മക്കളെയൊക്കെ സഹായിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം ദൈവവിളി തിരിച്ചറിയുന്ന മക്കളെ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ വൊക്കേഷൻ ക്യാമ്പിനൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു കാര്യം, അച്ഛനാകാൻ തീവ്രമായി ആഗ്രഹിക്കുന്ന മക്കളുണ്ട്. പക്ഷേ അവരെ ഈ ഒരു പാതയിലേക്ക് വിടാനായിട്ട് മാതാപിതാക്കൾ താല്പര്യപ്പെടുന്നില്ല. അതിനച്ഛ വീടുകളിലൊക്കെ ഒന്നും രണ്ടും കുട്ടികളാകുമ്പോഴത്തേക്കേ അവർക്ക് ഭയങ്കര മടിയാണ്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന് ഓരോ വ്യക്തികളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. വൈദികനാകേണ്ടവൻ വൈദികനാകുമ്പോഴാണ് ആ പദ്ധതി പൂവണിയുന്നത്. അപ്പം മക്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം സെമിനാരിയിലൊക്കെ ഒന്ന് വിട്ടു നോക്കുക, അവൻ മിടുക്കനാവട്ടെ. അപ്പോൾ ദൈവം ഡീക്കനാകുന്നവരെ സമയമുണ്ടല്ലോ അച്ഛനാകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാൻ. അപ്പം ആഗ്രഹമുണ്ടെങ്കിൽ അത് തല്ലിക്കെടുത്താതിരിക്കുക. അത് മാതാപിതാക്കളുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം അവരെ സ്നേഹിച്ച് ഈശോയ്ക്ക് വേണ്ടി അവരെ കൊടുക്കുക എന്ന് പറയുന്നത് ദൈവം നൽകിയതാണ് മക്കൾ. മാതാപിതാക്കളുടെ അധ്വാനം കൊണ്ട് മാത്രം മക്കളുണ്ടാവില്ല, അല്ലേ? എന്തോരം നമ്മൾ പ്രാർത്ഥിക്കുന്നു, പക്ഷേ ദൈവം കൂടെ മനസ്സ് വെക്കുമ്പോഴാണ് മക്കളുണ്ടാവുന്നത്. അപ്പോൾ മക്കളുണ്ടായി കഴിഞ്ഞാൽ അവരെ ദൈവഹിതത്തിന് കൊടുക്കാനുള്ളൊരു മനസ്സും കൂടെ നമുക്കുണ്ടെങ്കിൽ, ഒരു ഉദാഹരണം അബ്രാഹവും സാറയും ഏകമകനായ ഇസഹാക്കിനെ ബലി നൽകാനായിട്ട് ചോദിച്ചപ്പോൾ കൊടുത്തു. അതുകൊണ്ട് അദ്ദേഹം വിശ്വാസത്തിൻ്റെ പിതാവായി. അപ്പോൾ ആ ഒരു മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പ്രശ്നം ഇന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് മറ്റൊരു തടസ്സം. പിന്നെ സഭ പ്രാർത്ഥിക്കുക ഒരുമിച്ച്. സഭയ്ക്ക് ആവശ്യമുള്ള പുരോഹിതരെ കാലഘട്ടത്തിനനുസരിച്ച് ദൈവം നൽകും. അപ്പോൾ സഭ ഒരുമിച്ച് ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്.